ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു അവസരം കൂടി ലഭിച്ചതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ എല്ലാവിധമായ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നടത്തിപ്പുകൾക്കുമായി ദൈവത്തോട് നമുക്ക് നന്ദി കരയറ്റാം. നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അതുവഴിയായി ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കും. പലപ്പോഴും മിക്ക പേരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും ആശ്രയിച്ച് പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് അവർ തിരിയുന്നത്. അപ്പോഴത്തേക്കും വളരെയധികം കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ തുടക്കത്തിൽ തന്നെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നുവെങ്കിൽ ആ വലിയ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. സ്തോത്രം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശലോമോൻ രാജാവ് സദൃശ്യവാക്യങ്ങൾ എഴുതിയത് ദൈവത്തിൽ നിന്നും ലഭിച്ച ജ്ഞാനവും വിവേകവും ഉപയോഗിച്ചാണ്. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ശലോമോൻ ഇങ്ങനെ പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, ആശ്രയിക്കരുത്. വളരെ വ്യക്തമായിട്ടാണ് അവിടെ ശലോമോൻ അത് എഴുതി വച്ചിരിക്കുന്നത്. ഇത് ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങളായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിലും ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ട് നാം ഏറ്റെടുക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. കാരണം ദൈവത്തിൽ ലഭിച്ച ജ്ഞാനമനുസരിച്ചാണല്ലോ ശലോമോൻ ഇത് എഴുതി വച്ചിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ തന്നെയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കണം. അതെ, അത് ഒരു അനിവാര്യമായ സംഗതി തന്നെയാണ്. വെറുതെ ഒരു ചൊല്ലുണ്ടല്ലോ, താൻ പാതി ദൈവം പാതി. അങ്ങനെയൊന്നുമില്ല. അത് മനുഷ്യൻ്റെ സങ്കല്പവും സൃഷ്ടിയുമാണ്. ദൈവം നമ്മെ പൂർണ്ണമായിട്ട് സഹായിക്കണമെങ്കിൽ നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കണം. കുറച്ച് നമ്മുടെ ബുദ്ധിയും ബാക്കി ദൈവത്തിൻ്റെ പ്രവൃത്തികളും എന്നുള്ള നില വന്നാൽ കാര്യം ശരിയാകത്തില്ല. ദൈവം അവിടെ പ്രവർത്തിക്കത്തില്ല. നാം പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്താൽ, എൻ്റെ കർത്താവ്, എനിക്ക് ഇതിന് കഴിവില്ല, എന്നെക്കൊണ്ട് ഇതിന് പ്രാപ്തിയില്ല, ഞാൻ എൻ്റെ ഈ വിഷയം പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ഞാനിതാ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം പൂർണ്ണമായിട്ടും അവിടെ അത്ഭുതം പ്രവർത്തിക്കും. അതുതന്നെയാണ് ശലോമോൻ എഴുതി വച്ചിരിക്കുന്നത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അതെ, രാജ്യഭാരമേൽക്കുമ്പോൾ ഒരു ബാലനായിരുന്ന ശലോമോൻ സ്വന്തം വിവേകത്തിൽ ഊന്നിയിരുന്നുവെങ്കിൽ, ആശ്രയിച്ചിരുന്നുവെങ്കിൽ കാര്യം ബുദ്ധിമുട്ടിലാകുമായിരുന്നു. എന്നാൽ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിൻ്റെ വിവേകവും ജ്ഞാനവുമാണ് ശലോമോൻ ആവശ്യപ്പെട്ടത്. അത് ശലോമോന് ലഭിക്കുകയും അതുവഴിയായി രാജ്യത്തെ ഭംഗിയായി ഭരിക്കുവാൻ ശലോമോന് സാധിക്കുകയും ചെയ്തു. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വിവേകത്തിലൂന്നിയ അല്ലെങ്കിൽ അതിൽ ആശ്രയിച്ച ശലോമോന് സംഭവിച്ച പരാജയവും വേദപുസ്തകം മറച്ചു വയ്ക്കുന്നില്ല.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കുറേ പ്രാപ്തിയും കഴിവും സമ്പത്തും ഒക്കെ ആയിക്കഴിയുമ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ആരെങ്കിലും വിചാരിച്ചു പോയാൽ അവിടെ പരാജയം തുടങ്ങുകയായി. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പിന്നെ ഉണ്ടാവുകയില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ടാവുകയില്ല. എന്നാൽ പൂർണ്ണമായിട്ടും ഏതൊരു മനുഷ്യനും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്നുള്ള വിവേകവും ജ്ഞാനവും പ്രാപിച്ച് പ്രവർത്തിച്ചാൽ കാര്യങ്ങളെല്ലാം ശുഭ പര്യവസായിത്തീരും. അടുത്തതായിട്ട് ശലോമോൻ പറയുന്നത്, നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അതെ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, നാം നമ്മുടെ ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും അതിന് ദൈവത്തോട് തന്നെ ആലോചന ചോദിച്ച് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ആ മാർഗത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റും. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ, ദൈവത്തിൻ്റെ ഹിതമല്ലാതെ നമ്മുടെ സ്വന്തം ബുദ്ധിയിലും ഇഷ്ടത്തിനും എടുത്തു ചാടിയാൽ പലപ്പോഴും അതിൻ്റെ ഒടുവിൽ പരാജയമായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക എന്നാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അതെ, നാം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ, നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങളെ നേരിട്ട് കാണുവാൻ നമുക്ക് സാധ്യമല്ല, പക്ഷേ ദൈവത്തിന് അതെല്ലാം നേരിട്ട് ബോധ്യമാണ്. അപ്പോൾ ദൈവം തന്നെ നമ്മുടെ മുൻപിലുള്ള ദുർഗുണങ്ങളെ നിരപ്പാക്കി നമുക്ക് വേണ്ടി കാര്യങ്ങളെ ഭംഗിയാക്കണമെങ്കിൽ നാം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ഏതൊരു കാര്യത്തിൻ്റെയും പ്രാരംഭത്തിൽ തന്നെ ആ വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അത് ഏറ്റവും മനോഹരമായി അവസാനിക്കും, അത് ശുഭകരമായി തീരുമെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ശലോമോൻ നമ്മോട് സംസാരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആമേൻ. നമുക്കിനിയും ഒരു പരാജയം ആവശ്യമില്ല. ഇതുവരെ അനുഭവിച്ച പരാജയങ്ങളൊക്കെ മതിയെന്ന് വയ്ക്കുക. ഇതാ, ഞാൻ ഇന്നു മുതൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മുൻപോട്ട് പോകുവാൻ തീരുമാനിക്കുന്നുവെന്ന് ഉറച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ ഭംഗിയായി തീരുവാൻ ഇടയാകും. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അതാണ് ഏറ്റവും നല്ലത്. സ്തോത്രം. അവൻ നമ്മുടെ പാതകളെ നേരെയാക്കും. സ്തോത്രം. നമുക്ക് മുൻപിൽ ദുർഗുണങ്ങൾ ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ. നാം ഒരിക്കലും നന്നാകരുത്, അനുഗ്രഹിക്കപ്പെടരുത്, സന്തോഷിക്കരുത്, നന്മ അനുഭവിക്കരുത്, ഉയരരുത് എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ശത്രുക്കൾ നമ്മുടെ മുൻപിലുണ്ട്. മറ്റുള്ള ചിലരൊക്കെ ഉണ്ട്. എന്നാൽ അവരുടെയൊക്കെ നടുവിൽ നമുക്കൊരു അനുഗ്രഹവും ഉയർച്ചയും ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിലൊരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവം തന്നെ പാതകളെ നേരെയാക്കിയാൽ പിന്നെ ആർക്കും ഒന്നിനും തടസ്സം നിൽക്കുവാൻ സാധ്യമല്ല. സ്തോത്രം. അതുകൊണ്ടല്ലേ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയും. സ്തോത്രം. അതെ, നമുക്ക് മുൻപിൽ പ്രതിസന്ധികൾ ധാരാളമുണ്ട്, ദുർഘടങ്ങൾ ധാരാളമുണ്ട്, ഇരുമ്പോടാമ്പലുകളിട്ട് അടച്ചിരിക്കുന്ന താമ്രവാതിലുകളുണ്ട്. സ്തോത്രം. പത്രോസിന് വേണ്ടി കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് ദൂതൻ തന്നെ ആ തടവറയുടെ വാതിലുകളെല്ലാം തുറന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. എന്നതുപോലെ നമ്മുടെ
മുൻപോട്ടുള്ള പ്രയാണത്തിൽ തടസ്സമായി നിൽക്കുന്ന, നമുക്ക് കാണാൻ കഴിയാത്ത പലതരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ദൈവം നമുക്ക് മുൻപേ ദൂതനെ അയച്ച് ആമേൻ അവയെല്ലാം ഇല്ലാതാക്കി നമുക്ക് നല്ല പോലെയുള്ളൊരു യാത്ര ദൈവം ഒരുക്കിത്തരും. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിൽ നിന്നും ജ്ഞാനവും വിവേകവും നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. ദൈവത്തിൻ്റെ വഴികളിൽ കൂടി നമുക്ക് നടക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം ദൈവത്തോട് അറിയിക്കാം. അവൻ നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ചു തരും. അതുകൊണ്ട് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഈ വചനം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്ക് വിജയിച്ചേ മതിയാകും. ശത്രുക്കളുടെ മുമ്പിൽ നമുക്കും ഒരു വിജയക്കൊടി പാറിക്കണം. അതിന് ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാ നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾ ഞങ്ങളെ അറിയിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വേഗത്തിൽ ഓരോന്നിനും മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദൈവത്തെ മഹത്വപ്പെടുത്തും. തുടർന്നും വേഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും മറുപടി ലഭിക്കുവാൻ ദൈവം എല്ലാവരും സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.